അതായത് ഇപ്പൊ രാമനും കൃഷ്ണനും ശിവനും ബ്രഹ്മാവും ഒക്കെ ഒന്ന് എല്ലാം ഒന്നാണ്. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പോലെ ബ്രഹ്മാവു അക്ബർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐ ഡി ആണ് എന്ന് മനസ്സിലാക്കുന്ന ആ മൊമെന്റിൽ നമ്മൾ ഒരു എക്സ് മുസ്ലിം ആവും. മുസ്ലിമായി. അതെ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. ബദറിൽ കൊള്ള നടന്നു, കച്ചവട സംഘത്തിനെ കൊള്ളയടിക്കുന്നു. ഇത് തന്നെ പറയൂ സ്വാലി. ഇപ്പൊ ക്ലിയർ ആണ്, ലൗഡ് ആൻഡ് ക്ലിയർ. ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ പേടിയുണ്ടോ? പേടി പറയാനൊരു പേടിയുണ്ട്. പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ മലക്കുണ്ടല്ലോ. ബിസ്മിൻ ചൊല്ലി അങ്ങോട്ട് തുടങ്ങിക്കോ. പെട്ടെന്നൊരു തോന്നല്, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു. ചെല്ലടാ ചെല്ല്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലാത്ത ഒരാളാണോ ആരിഫ് സാർ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് ദൈവത്തില്? ഏത് ദൈവമാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ കുറെ ദൈവം ഉണ്ടല്ലോ. ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോന്നോ? ഇല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവവിശ്വാസിയല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവങ്ങളിൽ? ദൈവങ്ങളിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പറയാം. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവങ്ങളിൽ? എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? മനസ്സിലായില്ല. അല്ല, സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പറയൂ, നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? സാറ് ഉത്തരം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പറയൂ. ഞാൻ ഏക ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേതാണ് ദൈവമുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേതാണ് ആ ദൈവം? ആ ദൈവം എല്ലാവരുടെയും ദൈവം, എല്ലാവരുടെയും ദൈവമായ ദൈവത്തിന് പേരുണ്ടോ? ദൈവത്തിന് പേര്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നുള്ളതാണ്. അള്ളാഹു ആണ്. അതെ. ഓ ശരി. വേറെ എത്ര ദൈവങ്ങളുണ്ട്? പലർക്കും പല ദൈവങ്ങളല്ലേ. അതൊക്കെ ഒന്നാണോ? അതൊക്കെ എല്ലാം ഒന്നാണ്. ആണ്. അതായത് ഇപ്പൊ രാമനും കൃഷ്ണനും ശിവനും ബ്രഹ്മാവും ഒക്കെ ഒന്ന് എല്ലാം ഒന്നാണ്. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പോലെ ബ്രഹ്മാവു അക്ബർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉത്തരം പറ. പറ്റുമോ? ദൈവം എന്നുള്ളത് ഒന്നാണ്. അതെ. നിങ്ങൾക്ക് ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല എന്നാണ്. വേറെ ആരും ഇല്ലാന്നോ? വേറെ ആരും ആരാധനക്ക് അർഹനില്ല എന്നാണ്. ആരാധനയ്ക്ക് അർഹനില്ലാന്നോ? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. എങ്ങനെ ക്ലിയർ ആയിട്ട് പറയും? അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്താ ലാസ്റ്റ് പറഞ്ഞത്? ദൈവമായിട്ട് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണ്. ദൈവമായിട്ടോ? അല്ലാഹു അല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതൊന്നും എനിക്കറിയാൻ മേല. കാഫിർ എന്ന് പറയാൻ പാടില്ല. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിലില്ലേ? അങ്ങനെയല്ല. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിലില്ലേ? യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിലില്ലേ? അപ്പൊ കാഫിർ എന്ന് പറയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവുക? അതാ പറഞ്ഞ കാഫിർ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ മലേഷ്യയില് ബൈബിളിൽ അള്ളാഹു എന്ന് അവർ ഉപയോഗിക്കാറുണ്ട്. അവിടെ കേസ് കൊടുത്തിട്ട് ബൈബിളിൽ അള്ളാഹു എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണം, അത് ഞങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? മലേഷ്യയിലെ മുസ്ലിങ്ങൾ. അവര് ചെയ്ത, നിങ്ങൾ ഇസ്ലാം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യം ഒരു ഉദാഹരണം പറയും. ഇപ്പൊ ഇന്ത്യൻ ജനതയിലെ പെട്ട ആളുകളെ മതം ചോദിച്ചു. ഇത് മുഹമ്മദ് നബി ചെയ്തിട്ടില്ലേ? പാകിസ്ഥാൻകാരായിരിക്കാം. ഇത് മുഹമ്മദ് നബി ചെയ്തിട്ടില്ലേ? നിന്നൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അടുത്തത് ബനു നളീർ ഗോത്രം. മുഹമ്മദ് നബി അതിന് എന്താ ചെയ്തത്? അവിടെയുള്ള ഈത്തപ്പനകൾക്ക് തീയിടുന്നു, അവിടെയുള്ള കൃഷിക്ക് തീയിടുന്നു. ഇതെല്ലാം മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള. അതിനല്ലേ ഇവിടെ ഈ കാഫിറുകൾ ചെയ്യുന്ന, ഇവിടെ ഈ പറയുന്ന ഇസ്ലാമിക ചെയ്യുന്നത്. ഇതേപോലെ എന്താണ്, ബദറിൽ കൊള്ള നടന്നു, കച്ചവട സംഘത്തിനെ കൊള്ളയടിക്കുന്നു. ഇത് തന്നെയല്ലേ അവിടെ ചെയ്യുന്നത്. മുഹമ്മദ് നബി ഇതേപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ എതിർത്തു. അവർ വീട്ടിനകത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനല്ലേ താലിബാൻ ചെയ്യുന്നത്. നിങ്ങൾ പറയൂ, എന്താണ് മുഹമ്മദ് നബി ചെയ്യാത്തത്? മുഹമ്മദ് നബി
പ്രിപ്പയർ ആയിട്ട് വിളിക്കണല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 പ്രാവശ്യം വെറുതെ ട്രൈ ചെയ്യണ്ടായിരുന്നു. മനസ്സിലുള്ള വായിലുള്ള നിങ്ങൾ പറയൂ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ ആർക്കാ വേണ്ടത്? പ്രിപ്പറേഷനൊക്കെ എനിക്കല്ലേ വേണ്ടത്? നിങ്ങൾ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന അള്ളാഹുവിന്റെ ഗുണ്ട, ആ ഗുണ്ടയെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ലേ? നിങ്ങളിങ്ങനെ ഭയന്നാലോ? പണി വരുന്നുണ്ടവറാച്ചാ. പ്രിപ്പയർ ആവണ്ടേ? എന്തിന്? അള്ളാഹു നിങ്ങൾ രക്ഷിക്കില്ലേ? അള്ളാഹു ബദറിലേക്ക് മലക്കനെ അയച്ചില്ലേ? അബാബിയിൽ പക്ഷികളെ വിട്ട് കൊന്നില്ലേ ആനപ്പടയെ? ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന അള്ളാഹുവിന് നിങ്ങളെപ്പോലെ ഒരാൾക്ക്, എന്നെ പോലത്തെ ഒരു ഊച്ചാളിയായിട്ടുള്ള ഒരു നിസ്സാരനായിട്ടുള്ള ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെ നൂറ്റാണ്ടുകൾ പ്രിപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ ന്യായമാണ് കോയ? അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. എന്നുള്ളത് കാരണം എന്തുകൊണ്ടാണെന്നറിയോ? സാറിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. അങ്ങനെയാണ് ഞാനൊരു കാര്യം, എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡി ആണ് എന്ന് മനസ്സിലാക്കുന്ന ആ മൊമെന്റിൽ നമ്മൾ ഒരു എക്സ് മുസ്ലിം ആവും. മുസ്ലിമായി. അതെ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ഞാനൊരു ചീഞ്ഞ മുട്ട ഞാൻ വെച്ച് തരാണ്. അതെ. നിങ്ങളത് വെച്ച് ബുൾസൈ അടിക്കോ? ബുൾസൈ അടിക്കാൻ പാടില്ല എന്നല്ലോ. നിങ്ങൾ ബുൾസൈ അടിച്ച് തിന്നുവോ? എന്റെ ചോദ്യം ഇതല്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങളെ കയ്യിലേക്ക് ഞാനൊരു ചീമൊട്ട ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും. എന്നാ മാത്രം വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ വെച്ചിട്ട് പോലെ നിങ്ങൾ തിന്നേണ്ടി വന്നാൽ തിന്നുന്നുള്ള ആ ഉടായ്പ ഇവിടെ എടുക്കില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പൊ ചീഞ്ഞ മുട്ട നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ബുൾസൈ അടിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യുക? അത് മണപ്പിച്ച് നോക്കും. അത് ചീഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങളത് കളയുക. അപ്പൊ നിങ്ങൾ പരിശോധിക്കും. ദൈവമേയോമാർ രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാ നല്ലത്. നിങ്ങൾ അങ്ങനെ ഒരു പരിശോധന നിങ്ങൾ നടത്താതെ എങ്ങനെയാണ് ചെയ്തതൊന്നും ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ അത് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ പറയും. മുഹമ്മദ് നബി ഗോത്രങ്ങള് അവര് നേരം വെളുക്കുന്നതിന് മുന്നേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവിടെ പോയിട്ട് അവരെ കൊള്ളയടിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ബനു നദീർ, നിങ്ങൾ പറയുമ്പോ കേൾക്കൂ. ഓക്കെ, സമാധാനം. ഈമാൻ. ഓക്കെ, ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. കൈക്കൊള്ളൂ. ഓക്കെ, വെയിറ്റ്. ഓക്കെ, യാ, 2 ഡീപ് ബ്രത്ത് എടുക്കും, 2 സലാത്തും ചൊല്ലു. ഓക്കെ, യാ. നിങ്ങൾ നിരീശ്വരവാദത്തെ കുറിച്ച് എന്നോട് സംസാരിക്കുന്ന കാര്യം എന്താ ഉള്ളത്? എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ല. എക്സ് മുസ്ലിം ഇസ്ലാമുമായിട്ടാണ് എന്റെ ബന്ധം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞു മാപ്പ് ഞങ്ങളോട് ഏറ്റവും. അതെ, ഇസ്ലാം ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഹോമിയോപ്പതി എടുക്കാം. സിമിലിബസ് ക്യൂറണ്ടറിനെ കുറിച്ച് 2 വാക്ക് പറയൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ഞാൻ അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അത് തന്നെയാണ് എന്റെ പ്രശ്നം. നിരീശ്വരവാദം എന്റെ പ്രശ്നമല്ല. ഓക്കെ, ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. അത് പിടിച്ച പണി വാളെന്ന് അറിയാം. അതാണ്. അപ്പൊ കോയ ചെല്ല്. സ്വാലിഹി പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി സ്വാലിഹായ ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നു. ഓക്കെ, എല്ലാരും വിളിച്ചു. മാരിയത്തിൽ കിബിത്തിയ ആരായിരുന്നു? പറ. മാരിയത്തിൽ കിബിത്തിയ, പിന്നെ യുദ്ധം, അയൽവാസികള്. മാരിയത്തിൽ കിബിത്തിയ ആരാണെന്ന് പറയൂ. അതിനൊക്കെ ഞാൻ പ്രിപ്പയർ ആയിട്ട്. എന്നാ പ്രിപ്പയർ ആവുമ്പോ വിളിക്ക്. ഓക്കെ, ശരി, എന്നാ പോയിട്ട് വാ. ബൈ. സാറിന് സമയമില്ല. അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? കിട്ടി. പലിശ സഹിതം കിട്ടി.